എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണേ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോയി, ഒരു 2-3 ദിവസം, അതായത് ഫ്രൈഡേ പോയി സൺഡേ തിരിച്ചു വരും. മൊത്തത്തിൽ ഒരു 2 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കുട്ടിക്കാനത്ത് മിസ്റ്റി മൗണ്ടൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു കോട്ടേജിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉൾവശമൊക്കെ കാണിച്ചു തരാം. വുഡനിൽ തീർത്തിട്ടുള്ള ഒരു സംഭവമാണ്, ഫുൾ വുഡാണ്. അപ്പോൾ ഇതാണ് ബെഡ്, പിന്നെ ഒരു മിററുണ്ട്, TV, പിന്നെ പുറത്തേക്കുള്ള ബാൽക്കണി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് ബാത്റൂമാണ്. അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു 2000 ഏക്കറോളം ഇവരുടെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ വന്നിട്ട് നല്ല കാമായിട്ട്, നല്ല ക്വയറ്റായിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണിത്. അപ്പോൾ ഈ ഒരു 2000 ഏക്കർ എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഇവിടെ നമുക്ക് ട്രക്കിങ്ങും കയാക്കിങ്ങും അതുപോലെ തന്നെ സൈക്ലിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു ബാൽക്കണി. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു റിവറുണ്ട്, ഇത് ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയിൽ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് വലിയ വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും പോയില്ല, ഫുൾ ടൈം റൂമിൽ തന്നെ ആയിരുന്നു. റെസ്റ്റ് എടുത്ത് അങ്ങനെ ചില്ല് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും പോയി ഡിന്നറൊക്കെ കഴിച്ചു. അതിനുശേഷം ഇവിടുത്തെ സിറ്റിയിലൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ എണീറ്റു, ഫ്രഷായി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഞാനിവിടെ ജിം വെയർ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്, കാരണം നമുക്ക് കുറച്ച് സൈക്ലിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ റിസോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ കാർ പാർക്കിംഗ്. ഞങ്ങൾ വന്നപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ വർക്കിംഗ് ഡേയിലാണ് വന്നത്. പക്ഷെ ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു, കാരണം അവധി ദിവസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. ഇതാണ് അവരുടെ റിസപ്ഷൻ. ഇതിൻ്റെ അകത്തും ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടത് ഇവരുടെ ടീ ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറേ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ നമുക്ക് ടീ മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ ടീ ഫാക്ടറി. റോഡിൽ വീണ് കിടക്കുന്ന പൂക്കളുണ്ടോ, ഈ മരത്തിൽ നിന്നാണ് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ നേരെ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്, തേയില. ഇവിടെ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ മോർണിംഗ് അധികം മഞ്ഞൊന്നുമില്ല, പക്ഷേ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഇവിടെ നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ആ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നല്ല കോടമഞ്ഞും ഒരു കോഫിയും ഒരു കേക്കും ഒക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ പൂരി പറഞ്ഞു, പിന്നെ ഒരു ചായ എനിക്ക് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് കോഫിയാണെന്ന് തോന്നുന്നു, അതെ. പിന്നെ മോന് ഹോർലിക്സ് പറഞ്ഞു, എനിക്കൊരു മസാല ദോശ പറഞ്ഞു. മോന് കഴിക്കാനായിട്ട് കള്ളപ്പവും കടലക്കറിയായിരുന്നു. പിന്നെ 2 വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മളിതൊക്കെ കഴിച്ചിട്ട് നേരെ സൈക്ലിങ്ങിന് പോകും.
അതേ എൻ്റെ ചേട്ടൻ സൈക്കിളുമായിട്ട് വരുന്നുണ്ട്. 2 സൈക്കിളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും സൈക്കിൾ ചവിട്ടണം. അപ്പോൾ ആദ്യം അവർ 2 പേരും ചവിട്ടും, അത് കഴിഞ്ഞിട്ട് ഞാൻ ചവിട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോഡൊക്കെ കണ്ടോ, നല്ല കല്ലും കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള റോഡാണ്. ഇപ്പം ഈ സൈക്ലിംഗ് ഓഫ് റോഡൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പം എൻ്റെ മോൻ ഈ ഓഫ് റോഡൊക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പോൾ അവനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ സൈക്കിളൊക്കെ ഓടിക്കുമ്പോഴും ഇവൻ നേരെയുള്ള റോഡിനേക്കാളും കൂടുതലും കല്ലിൻ്റെയും അതിൻ്റെയും ഒക്കെ മേലക്കൂടൊക്കെ സൈക്കിളൊക്കെ ഓടിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിലെ കൂടെ സൈക്കിൾ ഓടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാം. 2 സൈഡിലും ഇങ്ങനെ തേയിലത്തോട്ടവും ഒക്കെയാണ്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കണ്ട് സൈക്കിളൊക്കെ ഓടിച്ച് പോകാൻ. നടന്നു പോകാനും നമുക്ക് നടക്കുകയാണെങ്കിൽ നടന്നു പോകാം. അപ്പോൾ കുറേ സ്ഥലമുണ്ട് നമുക്കങ്ങനെ ഇഷ്ടംപോലെ അങ്ങോട്ട് നടന്ന് ഒക്കെ പോയിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അവർ 2 പേരും സൈക്കിളൊക്കെ ചവിട്ടി ഇവിടെ കുഴഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി എൻ്റെ ടേൺ ആണ് ഗൈസ്. അപ്പം ഞാൻ സൈക്കിള് ചവിട്ടേണ്ടി വന്നില്ല കേട്ടോ, കാരണം നല്ല ഇറക്കമാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരുന്നാലും സൈക്കിൾ താഴേക്ക് ഇറങ്ങിപ്പോകും, കാരണം താഴോട്ട് ഇറക്കമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ കുറേ മണ്ണും ഒക്കെ ഇളകിയിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൈക്കിൾ ചവിട്ടാണ്ട്. എനിക്ക് ഈ നിരപ്പ് റോഡിൽ കൂടെ ചവിട്ടിയാണ് എനിക്ക് ശീലം. അപ്പം ഇങ്ങനത്തെ റോഡിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സൈക്കിൾ ചവിട്ടുന്നത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല അടിപൊളി എക്സസൈസ് അല്ലേ സൈക്ലിംഗ്. നമ്മൾ വീട്ടിൽ സ്ഥിരം സൈക്ലിങ്ങിന് പോകാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ, ഞാൻ ഇങ്ങനെ പൊങ്ങിച്ചാടിയൊക്കെ പോകുന്നത് കാണാം. ഞങ്ങളങ്ങനെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകാനുള്ള ജീപ്പ് അവിടെ റെഡിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ബാഗും വെള്ളമൊക്കെ എടുത്തിട്ട് ജീപ്പിലേക്ക് കയറി. അപ്പോൾ നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടായിരുന്നു. അവരുടെ തന്നെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇനി ട്രക്കിന് കണക്കും എല്ലാം ഇവിടുത്തെ മാനേജറൊക്കെ റെസ്റ്റോറൻറ്റ് മാനേജറൊക്കെ താമസിക്കുന്ന റൂംസാണ്. മൊത്തം റീപ്ലാന്റേഷൻ ചെയ്തിട്ടേക്കോ, മൊത്തം കോടി വിട്ടിട്ട് രണ്ടാമതായി വന്നതാണ്. പറിച്ചു തുടങ്ങിയിട്ടില്ല, കുറച്ചുകൂടെ ആവണേ. ഫുള്ളായി കഴിയുമ്പോൾ ഇതൊന്നും കൂടെ ആയിട്ടേ പറ്റുള്ളൂ. നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ഈ പയ്യൻ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. വഴിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുമായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു മൈതാനം കണ്ടു. അപ്പോൾ ഇവിടെ ഇവരൊക്കെ വന്ന് ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എൻജോയ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് വീണ്ടും യാത്രയായി.
ഇത് ഇവിടെയാണ് നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അത് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ചെയ്യുന്നത്. ഇതും ഇവരുടെ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ, എല്ലാം ഇതിലുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വന്നിട്ട് ഫുൾ ടൈം എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ ഉപ്പിലിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റ്. അത് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഷുഗറിനൊക്കെ നല്ലതാണ്. ഇവിടെ നിന്ന് കാപ്പിയാണ്, കാപ്പിയും കുരുമുളകും താഴേക്ക്. കണ്ണൻ ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന് കാണുമായിരുന്നു എല്ലാം. അപ്പോൾ കുന്നും മലയൊക്കെ കയറി ഇറങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരും, അതും സേഫായിട്ട് കേട്ടോ, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. ഇത് അവരുടെ ഏലക്ക, കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന ഒരു ഗോഡൗൺ ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്ത വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ടേക്ക് നടന്നു പോവാണ്, താഴേക്ക് പോകണം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടം. ഇപ്പം അധികം വെള്ളമില്ല, പക്ഷെ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ നിറഞ്ഞൊഴുകും. അപ്പം അസാധ്യ വ്യൂ ആയിരിക്കും ഇവിടെ. സത്യം പറഞ്ഞാൽ അത്രയും മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരാൻ പാടില്ല. കാരണം ഇപ്പോൾ പ്രകൃതി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ സേഫായിട്ട് വരുന്നവർ. അപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ കവിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകും. നമുക്ക് ഇപ്പോൾ പോയ ആ പോർഷനിലേക്കൊന്നും നടക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വെള്ളമായിരിക്കും. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കണ്ട് ആസ്വദിച്ചിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. താഴേക്ക് വന്നപ്പോഴത്തേക്കും വേറെ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ അവിടെയും നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതിങ്ങനെ മലയുടെ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് വരികയാണ് കേട്ടോ, അതാണ് ഞാൻ താഴേന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കണ്ടൊരു ചെറിയ, ഇവിടെയൊക്കെ വെള്ളം കുറവാണ്. കാരണം ഇപ്പം അങ്ങനെ മഴ ഇല്ലാത്ത സമയം ആയതുകൊണ്ട് വെള്ളം കുറവായിരുന്നു. പക്ഷെ നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിറഞ്ഞു കവിഞ്ഞായിരിക്കും ഒഴുകുന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ. ഇപ്പം ഈ പോർഷനൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പം വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ ഇങ്ങോട്ട് കവിഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് റിസ്ക് ആണ്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം നമ്മൾ എവിടെ പോയാലും സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ സേഫ്റ്റി നോക്കിക്കൊണ്ട് വേണം നമ്മൾ എന്തും ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, പച്ച ഏലക്കയാണ്. ഇതിന് നമ്മുടെ സാധാരണ ഉണങ്ങിയ ഏലക്കയുടെ ഒരു സ്മെല്ലല്ല, വേറൊരു പ്രത്യേകതരം സ്മെല്ലാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. ഇതും അത്യാവശ്യം നല്ല ഹൈറ്റിന് വരുന്നൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തു. ഇവിടെ കുറേ പാറകൾ ഇങ്ങനെ നിരന്ന് കിടക്കുമായിരുന്നു. കണ്ടില്ലേ, നല്ല ഹൈറ്റിൽ നിന്ന് വരും വെള്ളം, കണ്ടോ. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ നല്ല വെള്ളമുള്ള സമയത്ത് ഈ പാറയുടെയൊക്കെ മേലൂടൊക്കെ വെള്ളം കവിഞ്ഞൊഴുകുമായിരിക്കും. ഞാൻ ഇമാജിൻ ചെയ്യുവാണ് കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാവാം ഇങ്ങനെ കിടക്കുന്നത്.
നല്ല മഴയും വെള്ളമൊക്കെ ഉള്ള സമയത്ത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. അങ്ങനെ മലയും കുന്നും എല്ലാം കയറി ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. തിരിച്ചു പോകുന്ന വഴിയിലാണ് കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാമോ? ഇതാണ് കുട്ടിക്കാനം. കുട്ടിക്കാനത്തെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ഇതാണ്, കോടമഞ്ഞ്. നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും അങ്ങനെ മഞ്ഞൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കോടമഞ്ഞ് ഇറങ്ങിയത്. ഇനിയാണ് ഇവിടുത്തെ ബ്യൂട്ടി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണുമ്പോഴാണ് മക്കളെ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് കയാക്കിങ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി. ഇവിടെ അവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, 9 മണി തൊട്ട് 4 മണി വരെയാണ് നമുക്കിതുള്ളത്. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരു ബോട്ടിൽ 2 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. നമ്മൾ തന്നെ തുഴഞ്ഞു പോകണം. അപ്പോൾ എനിക്ക് വെള്ളം പേടിയായത് കാരണം ഞാൻ കയാക്കിങ്ങിന് ഇറങ്ങിയില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡും മോനുമാണ് പോയത് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ നടന്ന് ചുറ്റി കറങ്ങിയൊക്കെ നോക്കിയിട്ടൊക്കെ വരുവാണ്. അപ്പം ഞാനിവിടെ നിന്ന് അവർ പോകുന്നത് കണ്ടാസ്വദിക്കുകയാണ്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പതുക്കെ സ്കൂട്ടായി. അപ്പോൾ അതേ ഇവിടെ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കുക. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അലൗഡ് അല്ലെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് സേഫായിട്ട് പോവുക. അപ്പം നമ്മൾ തന്നെയാണ് ഈ ബോട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകേണ്ടത്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ഏത് രീതിയിലാണ് പോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ആദ്യം നമുക്കവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതനുസരിച്ച് പോയാൽ മതി. കണ്ണൻ ആദ്യം ഒന്ന് സ്റ്റക്കായി ഇരുന്നെങ്കിലും പിന്നീട് അവൻ തുഴഞ്ഞ് സെറ്റായി കേട്ടോ. അപ്പം ഞാൻ കയറാതെ ഇരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുന്നു. കയറേണ്ടേ ആയിരുന്നു. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ആവട്ടെ. പിന്നെ നമുക്കിപ്പോൾ ഇവരാരെങ്കിലും ഇരുന്ന് കൂടെ ജസ്റ്റ് ഹെൽപ്പിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അവർ നമ്മളോടൊപ്പം വരും. 2 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ തനിയെ ചെയ്യണമെന്നുള്ളവർക്ക് ഇതുപോലെ തനിയും ചെയ്യാം. അവരുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും. അവർ കൂടെ വന്നിട്ട് തുഴയുന്നതായിരിക്കും.